സോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് പാർട്ടാണ്. അതായത് ഇന്നലെ ഒരു പാട്ടിട്ടുണ്ട്, കഴിഞ്ഞത്തെ പാർട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മൾ വേറെ വില്ലേജിലായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനെങ്ങനെ ഇപ്പം വേറെ വില്ലേജിലേക്ക് എത്തിയിരുന്നു. അതൊന്നുമില്ല, സെയിം സീഡിനെ സെയിം വേൾഡാണ്. നമ്മൾ അതിൻ്റെ അടുത്തൊരു വില്ലേജ് കണ്ടിരുന്നു. സംഭവം വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ അങ്ങനെ നേരത്തെ കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഞാൻ ഒരു കുതിരനെയും കിട്ടി, മറ്റേ സാധനം എടുത്ത് പോയി. ആ കുതിരനെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വഴിയിൽ നിന്ന് ഈ സാധനം കിട്ടിക്ക്, ഈ വില്ലേജിൽ നിന്ന് മറ്റേ കുതിരേൻ്റെത് കിട്ടി. പിന്നെ ഞാൻ ആ വില്ലേജിൽ നിന്ന് കുതിരേനെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അതിൻ്റെ പകുതി എത്തിയപ്പോൾ ഒരു മറ്റേ പോയിസൺ ഇടുന്ന ഒരു വില്ലേജിൽ പോലത്തെ ഒരാളുണ്ടല്ലോ, അവന് എന്നെ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ ചത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മൊത്തം പോയി. ഇപ്പോൾ ഇത്ര സാധനങ്ങൾക്കുള്ള നമുക്ക് കിട്ടിയിട്ട് പിന്നെ മറ്റേ വില്ലേജിലേക്ക് സ്പോണായി. നമ്മൾ ഈ വില്ലേജ് കണ്ടുപിടിച്ചു, ഈ വില്ലേജിലേക്ക് എത്തി. എന്നിട്ട് ഇവിടെ നിന്നാണ് ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ മറ്റേ വീടുണ്ട്, മറ്റേ ആർമറും ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണേ. മറ്റേ ഡയമണ്ട് നമ്മളൊന്നും പോയില്ല. ഡയമണ്ട് നമ്മുടെ ഉണ്ട്, 8 ഡയമണ്ട്, കൃത്യം 8 ഡയമണ്ട് നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. 8 ഡയമണ്ട് എത്ര ഡയമണ്ട് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് ചെസ്റ്റ് എടുത്ത് പോവാണ്. ചെസ്റ്റ് എടുത്ത് പോട്ടെ. ഇതിൻ്റെ അടിക്കൊന്ന് കുഴിച്ച് പോട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോക്കട്ടെ കേട്ടോ. എന്താ, ഒന്നുമില്ല. മേലേക്കന്നെ പോട്ടെ വെറുതെ. നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് പോയി കുഴിച്ചേക്ക് എന്തെങ്കിലും ഉണ്ടോ. മേലേക്കൊന്ന് കുഴിച്ചോട്ടെ. നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കത്തോട്ട് കൂട്ടുകാർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഞാൻ നല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് നാളെ വരും. നാളെ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിക്കുക ഗൈസ്. പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്കൊരു ഇവിടെ ഒന്നുമില്ല, ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആവണം നല്ല ആഗ്രഹമുണ്ട്. 10K അല്ലെങ്കിൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് 1K എത്തിക്കാം. പിന്നെ അവിടുന്ന് 5K നമുക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക. പിന്നെ അവിടുന്ന് 10K എത്തിക്കുക. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ സെറ്റാക്കാം. ഇപ്പോൾ നിങ്ങളൊരു 1K സബ്സ്ക്രൈബേഴ്സ് ഒന്നാവുന്ന ഇതാക്കുക ഗൈസ്. 10K വേണ്ട, ഒരു 1K എങ്കിലും നിങ്ങളൊന്ന് തന്നെ ഇതാക്കി സംഘടിപ്പിക്കുക. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് ഒരു വീടുണ്ടാക്കണതിൻ്റെ പാർട്ടാണ്. പാർട്ട് 1 വീടുണ്ടാക്കണതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയ്ഡർ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയ്ഡർ മാറ്റണമെന്ന്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വേൾഡിൻ്റെ സീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീഡ് കമൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, സീഡ് കിട്ടിയില്ല എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സീഡ് കിട്ടിയില്ല എന്തെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കുക സീഡ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വില്ലേജിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, നമ്മളിത് മൊത്തം നമുക്കിനി എൻഡർ ഡ്രാഗനെ ഫിനിഷ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ വീഡിയോ ഫിനിഷ് ചെയ്യില്ല കേട്ടോ, കുറേ കഴിയണം. അപ്പോൾ നമുക്ക് കുറേ നമ്മൾ ലൂട്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നെതർ പോയി ആ സാമഗ്രികളൊക്കെ സെറ്റാക്കി നമുക്ക് ചെയ്യാൻ. നമുക്കിനി വീട് ക്രിയേറ്റ് ചെയ്യണം, വീട് ഉണ്ടാക്കണം. ഒരു മാൻഷനോ ചെറിയ വീട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നിങ്ങളെ അഭിപ്രായത്തിൽ നമുക്ക് നല്ലൊരു വീടുണ്ടാക്കാം. നമുക്കിവിടെ മൊത്തം ഇവിടുത്തെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് അരിച്ച് പതുക്കിയെടുത്ത് പോവാം. ഈ വില്ലേജ് നമ്മൾ പോകണില്ല. ഇവിടുന്ന് എത്താൻ പറ്റുന്ന ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ സെറ്റാവണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സാധനം കട്ട് ചെയ്തിട്ട് പോവാം. കട്ട് ചെയ്ത് എടുത്ത് പോവാം, നമുക്ക് പൊട്ടിച്ച് പോവാം. ഓക്കെ, നമ്മൾ എടുത്തു, നമ്മൾ ഇറങ്ങി. അയ്യോ, ഡാമേജും കിട്ടി പാണ്. അപ്പോൾ അറിയില്ല, അയ്യോ വേണ്ട. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സോംബി വന്നിരുന്നു. മറ്റേ അവനെ തീർത്ത്. ഓക്കെ, കഴിഞ്ഞ വീട്ടിൽ സെയിം തന്നെയായിരുന്നു. ആ കുഴി ചാടിയപ്പോഴാണ് എനിക്ക് സെയിം ഇത് വന്ന്
കഴിഞ്ഞ വീട്ടിൽ ആ കുഴിയിൽ വന്നപ്പോഴാണ് സോംബിനെ കണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ ഈ വില്ലേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രാത്രി സോംബിനെ കണ്ട്. അപ്പം തീർത്ത് ആർമത കിട്ടിയ തലയിൽ. അവൻ്റെ ആർമത ഒന്നും കിട്ടിയില്ലേക്ക്, ചത്ത്. ആ സോംബി ചത്ത്. എന്ത് പറ്റിയറിയില്ല. ചെസ്റ്റൊക്കെ കിട്ടി. ഇനി നമ്മൾ പോവാണ്. നമ്മൾ ഇനി ഇവിടുന്ന് വീട് കണ്ടുപിടിക്കണം. ഓക്കെ, ലൈക്ക് അടിച്ചത് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അയൺ ഗോളത്തിനെ കൊല്ലണം. അയൺ ഗോളത്തിനെ കൊല്ലിട്ട് നമുക്കിവിടെ അയൺ ഫാം ഉണ്ടാക്കണം. നമ്മൾ അയൺ ഫാം, പിന്നെ അയൺ ഫാം, അങ്ങനെ വില്ലേജർ ബ്രീഡിങ്, പിന്നെ വീറ്റ് ഫാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ടാവും വരിക. ഈ ഓരോ വീഡിയോ ആയിട്ടാവും വരിക ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ അയൺ ഫാം എന്തായാലും ഇപ്പോഴും നടക്കില്ല. അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അയൺ ഫാമിന് കുറേ സാധനങ്ങൾ ആവശ്യമാണ്. കുറേ സാധനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് സെറ്റാക്കിയുള്ളൂ അയൺ ഫാം നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. എന്നാൽ അത് ഒക്കെ സെറ്റായാലും അത് വർക്കാവുമെന്ന് സംശയമുണ്ട്. പിന്നെ 20 വില്ലേജസിനെ നമുക്ക് വേണം. അതിന് എല്ലാം 20 വില്ലേജസിനെ വേണം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, 20 വില്ലേജസിനെ വേണ്ടത്. ഇവിടെ 20 വില്ലേജസ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എവിടെയെങ്കിലും വീടുണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീട് മാറ്റിയിട്ട് ഇവിടുന്ന് എവിടെയെങ്കിലും ഇട്ടാലോ കരുതാ. പക്ഷേ അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എവിടെയും നോക്കിയിട്ട് സ്ഥലം കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ടെമ്പററി ആയിട്ട് ആ വീട് ഉണ്ടാക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മളതൊന്ന് മാറ്റും. പിന്നെ ഒക്കെ മാറ്റിയിട്ട് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കും. ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും വയ്ക്കും. ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് വീടുണ്ടാക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ സ്ഥലം വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മലേൻ്റെ മുകളിലോ വെള്ളത്തിൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. വെള്ളത്തിൻ്റെ മുകളിൽ, അതായത് പറയണത് ഇവിടെ നിന്ന് നേരെ ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളത്തിന്മേൽ നമ്മൾ മറ്റേ കോബിൾ സ്റ്റോണോ അല്ലെങ്കിൽ വുഡ് വെച്ചിട്ട് നേരെ പോയിട്ട് അവിടെ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് പോയിട്ട്, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ, അല്ലെങ്കിൽ വെറൈറ്റി വീടുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മലയിലെ മുകളിൽ സെയിം തന്നെ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് അതേമാതിരി തന്നെ മലയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മുമ്പിലേക്ക് കോബിൾ സ്റ്റോൺ അല്ലെങ്കിൽ വുഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചുറ്റാതെ വെച്ചിട്ടൊരു വീട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. നമ്മളിന്ന് ചെറിയ ടെമ്പററി വീടുണ്ടാക്കിയിട്ട് നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലും നോക്കാം. നമുക്ക് അടുത്ത വീഡിയോ ഞാനൊക്കെ സെറ്റാക്കി അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വീട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഷെയ്ഡർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയ്ഡർ ഒന്ന് കമൻറ്റ് ചെയ്യുക. രസമൊന്നുമില്ല തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിലപ്പോൾ ഷെയ്ഡർ മാറ്റും. ചിലപ്പോൾ ഷെയ്ഡർ വെള്ളത്തിൻ്റെ കളറൊന്നും നേരെ ശരിയാവണില്ല. ചിലപ്പോൾ നമ്മൾ ഷെയ്ഡർ മാറ്റും. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇപ്പോഴെങ്കിലും വീട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. വീട് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് നോക്കാം. ഈ വീഡിയോ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്കെന്നാൽ വീട് ഉണ്ടാക്കണത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. കുറച്ച് അങ്ങനെ ആക്കുക. നമ്മളവിടെ വെച്ചു വെക്കണത് ചെറിയ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. ടെമ്പററി ആയിട്ടാണ്. ഒന്നും കരുതരുത്. നമുക്ക് അടുത്ത് മാറ്റാം. നമ്മൾ അവിടെ വെച്ച് ഓക്കെ. നമ്മൾക്ക് വുഡ് കഴിഞ്ഞു. ഇനി ആകെ ഒരു വുഡുള്ളൂ. ഇനി മറ്റൊരു വേറെ ടൈപ്പ് വുഡുണ്ട്. അതൊന്നും സംഭവിച്ച് കഴിയത്തില്ല. അത് നമുക്ക് എടുക്കാം. ഇത് കളക്ട് ചെയ്യട്ടെ. ലൈക്ക് അടി ഗൈസ്. അത് നമ്മളെടുത്ത് ചുറ്റോടെ ഇട്ട് ഓക്കെ. എന്നാൽ മറ്റേ സൈഡ് സെയിം തന്നെ ആക്കാം അല്ലേ? വെറുതെ അങ്ങനെ ഇതാക്കണ്ട. ഓക്കെ,
ഓക്കെ സെറ്റാക്കി നമ്മളിതിനെ സെയിം ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ഞാൻ അതൊന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യട്ടെ ഗൈസ്. വുഡ് കഴിഞ്ഞു. നമ്മൾ വുഡ് കഴിഞ്ഞ് ഫുള്ള് നമുക്കിനി വുഡ് വില്ലേജിൽ പോയിട്ട് വുഡ് എടുത്തിട്ട് അവന്മാരെ വീട് നമുക്ക് അടിച്ച് പൊളിച്ച് അതിലത്തെ വുഡ് എടുക്കുക. അത് പ്രശ്നമൊന്നുമില്ല, ലൈറ്റൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലൈറ്റൊക്കെ മുണ്ടാൻ പറ്റില്ലല്ലോ. അകലിട്ടൊന്നുമല്ല കേട്ടോ, നമ്മുടെ വുഡ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം വുഡ് എടുക്കാൻ. അപ്പോൾ നമുക്കിന്നിപ്പോൾ സമയമില്ല. ഇന്നിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കൂട്ടത്തിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെ വെറുപ്പിക്കാതെ. എനിക്കൊന്ന് കുറച്ച് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവണം നല്ല ആഗ്രഹമുണ്ട്. 1K. പിന്നെ നമുക്ക് ബാക്കിയുള്ള കൗണ്ടൊക്കെ നമുക്ക് നോക്കാം. 10K അല്ലെങ്കിൽ 5K അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളൊരു 1K ആക്കി തരിക ഗൈസ് പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക ഗൈസ്. നിങ്ങളിങ്ങനെ ആവല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം ഈ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്തിടാം. എൻ്റെ നെയിം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതായത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നെയിം ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും, മൈൻക്രാഫ്റ്റിൻ്റെ നെയിം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ കളിക്കുന്ന വേൾഡ് നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ വേണ്ട, അത് ഞാൻ ഷെയ്ഡർ ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ തോന്നണം. എന്നാലും എൻ്റെ ഒരു വീഡിയോ ഇടാം. അടുത്ത വീഡിയോ നമുക്ക് അതാക്കാം. അപ്പോൾ പാർട്ട് 2 അല്ല, അതാണ് നോക്കാം നമുക്ക്. ലൈക്ക് അടിക്കുക. അപ്പോൾ ചൂടുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക പ്ലീസ്. ലൈക്ക് അടിച്ച് കൂട്ടായി അടിച്ച് പൊളിക്കുക ഗൈസ്. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോയി. അതാണ് ഇങ്ങനെ കറങ്ങണേ. വേറെ ഒന്നുമില്ല. കസലൊക്കെ സെറ്റ് നമ്മളിനി ഇവിടെ ഫുള്ളൊന്ന് ശരിയാക്കാണ്. ഓക്കെ. അപ്പോൾ അവിടെ ബെഡ് വെച്ചിട്ട് അവിടെ കിടക്കാൻ പോവാണ്. ഇപ്പോൾ അവിടെ കിടക്കണം. ഇപ്പോൾ കിടക്കണോ അല്ലാണ്ട് കിടക്കണ്ട. മൊത്തം നമുക്ക് വുഡ് മൊത്തം ശരിയാക്കട്ടെ കേട്ടോ. വുഡ് മൊത്തം എടുക്കട്ടെ. നിങ്ങൾ ലൈക്ക് അടിക്കാത്തതുകൊണ്ട് പറയാം. ഓക്കെ പ്ലീസ് ഗൈസ്. ഇത് കഴിഞ്ഞു ഇതെന്ന് പറയാം. ഓക്കെ. ലൈക്ക് അടിക്കുക ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെ ലൈക്ക് അടിക്കുക. നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഞാനാകെ എനിക്ക് സങ്കടമാവും ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ. ചാടിയപ്പോൾ തന്നെ കടന്ന് അത് കൊള്ളാം. എന്തായാലും പിന്നെ ഇനി കടക്കേണ്ട ആവശ്യമില്ല. രാവിലെ നീച്ചിട്ട് നമുക്ക് സെറ്റാക്കാൻ ബാക്കി ഹോൾ നമുക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. ഈ വീട് ക്ലിയർ ആക്കിയിട്ട് നമ്മളൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇതുണ്ടാവട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഒന്ന് അയ്യോ തീർന്നുള്ളത് എന്തൊട്ടാ ചെയ്യുക. കുഴപ്പമില്ല, നമ്മുടെ ഉണ്ടല്ലോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ലൈക്ക് അടിക്കുക. ഞാൻ ലൈക്ക് അടിക്കുക. ഇത് പറഞ്ഞു. ഓക്കെ, വേറൊന്നും പറയാം. ഇപ്പം നമ്മുടെ ഒരു ഡോറിന് വേണ്ടിയിട്ട് പുതിയ 2 കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് 2 കിട്ടിയിട്ടുണ്ട്. അതൊരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി, ഒരു ഡോറുണ്ടാക്കി.
നമ്മുടെ വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ അറിയില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു സൈഡ് ഉണ്ടല്ലോ, നമുക്ക് മൈൻഡ് അത് നമുക്ക് കട്ട് ചെയ്യാം. അവിടെ നമുക്ക് അപ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് നോക്കാം. ഉള്ളിൽ പോയിട്ട് നോക്കട്ടെ. അവിടെ നിന്ന് ക്ലിയർ ആക്കണ്ട, അവിടെ ക്ലിയർ ആക്കാം നമുക്ക്. ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് ഒന്നുകൂടി ഉണ്ട് കൃത്യമായിപ്പത്. എന്തോ അവിടെ ഇത് അത് ക്ലിയർ ആയില്ല. നമുക്ക് ക്ലിയർ ആക്കാം കുറച്ചായിട്ട്. ഇനി ക്ലിയർ ചെയ്യാൻ ഇനി ക്ലിയർ ആകാൻ നോക്കാം. ഫുള്ള് കഥ ഓക്കെ. വീട്ടിലാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ കഴിഞ്ഞാൽ ഈ മോള് ഭാഗം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോൾ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളവിടെ റീസ്പോണിങ് പോയിന്റ് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സെറ്റ് ആവണില്ല. അപ്പോൾ നമ്മളതൊന്ന് എടുത്ത് കളയാം. നമുക്ക് റീസ്പോണിങ് പോയിന്റ് അവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് എടുത്ത് കളയാം. അതെടുത്തിട്ട് നമ്മുടെ വേറെ ബെഡ് ഉണ്ട്, മഞ്ഞ ബെഡ് ഉണ്ട്, നമ്മുടെ അത് അവിടെ എടുത്തിടുക. മഞ്ഞ ബെഡ് ഉണ്ട്, അടുത്ത് അവിടെ അപ്പുറത്തേക്ക് ഇട്ടാൽ അവിടെ ചെസ്റ്റൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇടാം. അവിടെ റീസ്പോണിങ് പോയിന്റ് സെറ്റായി. നമുക്ക് ഈ ചെസ്റ്റ് എടുത്തിട്ട് ചെസ്റ്റ് അവിടെ ഇട്ടു. ചെസ്റ്റ് വെച്ചിട്ട് വുഡിൻ്റെ ചെസ്റ്റ് നമ്മൾ ഈ എന്താ അതിൻ്റെ പേര്, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ചെസ്റ്റ് കൂടി വെച്ച് ഇനി അതിൻ്റെ മുകളിൽ ചെസ്റ്റ് കൂടി വെച്ചിട്ട് അവിടെ ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ബെസ്റ്റ് ഒരു ഇതാണ് എടുത്ത് നമ്മൾ കുഴപ്പമില്ല. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് കുഴപ്പമില്ല, ആവശ്യം ഉണ്ടാവും. നമുക്ക് ഒരു ചെസ്റ്റ് കൂടി എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പോവുകയാണ്. വെച്ച് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ആക്കാണ്. നമുക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. ഇപ്പോൾ നമ്മൾ മൊത്തം സാധനങ്ങൾ ആക്കാണ്. അപ്പോൾ പിന്നെ ബാക്കി മൊത്തം നമുക്ക് നമ്മൾ ആകെ ഇപ്പോൾ വെച്ചിട്ടുള്ള ഒരു ആക്സും പിക്കാക്സും മാത്രമേ വെച്ചിട്ട്, പിന്നെ അതിന് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ഡയമണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണ്. എമറാൾഡും ഫുഡും നമ്മൾ എടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് സണിങ് ഓഫ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഇതാണ് കഴിഞ്ഞിട്ടില്ല കാര്യം, വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഒന്നുകൂടിയും പറയാൻ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ സണിങ് ഓഫ്. ബൈ ബൈ.